പാഠം 766. ഉത്തരത്തിലിരുന്നതും കക്ഷത്തിലിരുന്നതും. ആണി 9 നീ ഇതുവരെ ഷർട്ട് മുണ്ട് തേച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. മുണ്ടിതാ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഷർട്ട് ഇതാ അവസാനത്തെ പണിപ്പുരയിലും. ഇത് രണ്ടും എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളത് ഞാൻ എടുത്തുതരാം. അത് കഴിയുമ്പോഴേക്കും ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി മോഹനേട്ടന്റെ ബാഗിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടാവും. ഇത്രയും പോരെ? ഇങ്ങനെ കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു ഭാര്യയുള്ളതല്ലേ മോഹനേട്ടന്റെ ഭാഗ്യം. ഒരു കാര്യം അറിയണ്ട, എല്ലാം സമയാസമയങ്ങളിൽ റെഡി ആയിരിക്കും. ഭാഗ്യവാൻ. ആത്മപ്രശംസ അധികമാകുന്നത് നല്ലതിനല്ല. ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയാണ് മോഹനേട്ടൻ ആത്മപ്രശംസയാകുന്നത്? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ മോഹനേട്ടൻ പറ. ആഫീസ് പോകണം, അതല്ല എന്താ? അതല്ല ഞാൻ മോഹനേട്ടനോട് ചോദിച്ചത്. മോഹനേട്ടൻ ആ വിനോദനോട് എന്താ പറഞ്ഞെന്ന്? ഓ, പൈസ കടം കൊടുക്കില്ല എന്ന്. ഇതെന്തൊരു മര്യാദ കേടാ മോഹനേട്ടാ. 1000 രൂപയുടെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുക്കാതെ ഞാൻ വെച്ചിട്ട് മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിനോദിന്റെ മോശം നോക്കുന്നത് എങ്ങനെയാ? ഇനി അയാൾക്ക് എന്നെ വല്ല വിലയുണ്ടാവോ? ഞാൻ ഇനി സ്കൂട്ടർ നന്നാക്കി ചിലപ്പോൾ അയാൾ എന്നെ കളിയാക്കി ചിരിക്കും. എന്തിന്? നീ വിനോദിന് കൊടുക്കാനുള്ള പൈസ ഒന്നും ചോദിച്ചല്ലോ വിനോദ് വന്നത്. കടം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. അതിലെന്താണ് നാണക്കേട്? ഇത് എന്തൊരു കഷ്ടം എന്റെ മോനേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്കൂട്ടർ കേടായപ്പോഴല്ലേ ഓടി വന്ന് നന്നാക്കിയ ആളാണ് ഈ വിനോദ്. അത് നമ്മൾ ഓർക്കണ്ടേ? അങ്ങനെ നന്നാക്കിയപ്പോഴൊക്കെ നീ അയാൾക്ക് കൂലി കൊടുത്തിട്ടില്ലേ? പിന്നെ നാണക്കേട്? ഹാമേ, ഒരു ദിവസം എത്രയോ പേരാണ് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്. അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് എന്റെ ജോലിയാണ്. ഞാനത് ചെയ്യുന്നു. അതിന്റെ പേരിൽ അവരോട് ആരോടെങ്കിലും ഞാൻ പൈസ കടം ചോദിച്ചാൽ അവർ തരണമെന്നുണ്ടോ? എന്താ സംഭവം എന്നൊന്നും എന്നോട് ചോദിക്കരുത്. മോഹനേട്ടന് ഓരോ നിമിഷവും ഓരോ തോന്നലല്ലേ. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യുകയും ചെയ്യും. രാവിലെ ഇവിടെ വന്ന വിനോദ് 1000 രൂപ ചോദിച്ചപ്പോ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വിനോദിനെ വഴി വെച്ച് കണ്ടപ്പോ പൈസ കൊടുക്കുകയും ചെയ്തു. 1/2 മണിക്കൂറിനകത്ത് അഭിപ്രായം മാറ്റി കളഞ്ഞു. അതെ അതെ. ആഫീസിൽ പോയില്ലേ? വിദ്യ, മോഹനേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിച്ചോളാം. ഇതെന്താ ആഫീസിൽ പോകാതിരുന്നേ? വല്ല മറന്നുപോയോ? വിനോദിനെ ഫോൺ വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. വിനോദ് ഞാൻ 1000 രൂപ കൊടുത്തിട്ടുണ്ട്.